morning, Joro. Good morning, Sugi. Good morning. Good morning, Rufi. അതെ മെയ്ഡിന്റെ ഫോൺ വർക്ക് ആവണില്ല. ഫോൺ ഇല്ലാണ്ട് അത്ര വന്ന്. അപ്പൊ മെയ്ഡ് വരും. എൻജോയ്. ഓക്കെ. ഐ ആം ഗോയിങ് ഫോർ മൈ പാമ്പറിംഗ് സെഷൻസ്. ഇവിടെ കിടന്നാ മതി. ഇല്ല, അവനെ നിന്റെ കയ്യിൽ വെച്ചാ മതിയല്ലോ. ഉള്ളിലൊരു കണ്ണ് വേണോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഗ് ദോശ, എഗ് പൊടി ദോശ വിത്ത് ഷെസ്വാൻ ചട്നി ട്ടാ. നല്ല ചട്നിയാണ്. നിങ്ങൾ ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ കഴിച്ചു നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. ഇതാണ് സുഗിക്കുള്ള ഒരെണ്ണം റെഡിയായി. ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാം. എന്നാ സുഗി, ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ദോശയില് 2 മുട്ട ഇട്ടുണ്ട് ഞാന്. പിന്നെ കുറച്ച് ഷെസ്വാൻ ചട്നി. യെസ്. നല്ല മഴ പെയ്ത കാരണം ചെടികളൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. ഇത് നോക്കണ്ട കേട്ടാ, ഇതില് ഓരോ ഇല ഉണങ്ങും, അപ്പുറത്ത് കൂടെ പൂവിടും. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഗ്രൂമിങ് സെഷൻ തുടങ്ങി. मेरे एक यूट्यूब चैनल है, ब्लॉगर है छोटा सा. ഞാൻ ഫസ്റ്റ് ടൈം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഫീഡ്ബാക്ക് പറയാം. ഇതാണ് അതിന്റെ സെറ്റപ്പ്. കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പേടിയാവുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് പറഞ്ഞിട്ട്. ഇതുവരെ ചെയ്തൊക്കെ നല്ല സർവീസ് ആയിരുന്നു. ഇത്ര സ്റ്റെപ്സ് ഉണ്ട് നമുക്ക്. ഇതെല്ലാം ചെയ്യണം. കൊറിയൻ ഗ്ലാസ് സ്കിൻ. അങ്ങനെ ബ്യൂട്ടീഷ്യനൊക്കെ പോയി. ഇവൾക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ സന്തോഷത്തില്ല. സുഖി ഉള്ളിൽ വെച്ച് അടച്ചിക്കായിരുന്നു. ഇപ്പൊ തിരിച്ച് മമ്മീനെ കണ്ടു പറഞ്ഞിട്ട് മമ്മീനെ കണ്ട സന്തോഷത്തില് എൻ്റെ പൊന്നുമോള് കിടക്കാണ്. അമ്മയുടെ ഷൊട്ട് മണിയത്. അമ്മയുടെ റൂഫി പൊണ്ണാണിത്. ഈ അമ്മയുടെ പൊണ്ണാണിത്. അമ്മയുടെ ശുണ്ടരിയാണിത്. നീ ഇത്ര നേരം മമ്മീനെ മിസ് ചെയ്തു അല്ലേ കുഞ്ഞെ? അമ്മൻ്റെ കുഞ്ഞെ ഇത്തിരി നേരം മിസ് ചെയ്തു. അപ്പോൾ ഞാനിതാ കുറച്ച് പോമഗ്രനേറ്റ് പോമഗ്രനേറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. ചോറുണ്ടാക്കാനുള്ള അരി വെള്ളത്തിലിട്ടു. ചിക്കൻ ഓൾറെഡി വെള്ളത്തിലിട്ടുണ്ട്. ഒരു ചിക്കൻ കറിയും ചോറും വേഗം ആക്കണം. ഞാൻ 3 മണി വരെ പെർമിഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി 2 മണി കഴിഞ്ഞു. അപ്പം ഇനി വേഗം ലഞ്ച് ഉണ്ടാക്കിയിട്ട് 3 മണി ആകുമ്പോൾ ലോഗിൻ ചെയ്യണം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ അതാ ഓൾമോസ്റ്റ് റെഡി. എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം തീരെ ഒഴിച്ചില്ല കേട്ടോ. ആ ചിക്കനിലുള്ള വെള്ളം പിന്നെ തൈരും, കുറച്ച് തൈരിലാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതന്നെ ഉള്ളു വെള്ളം. അയ്യോ പുറത്തേക്ക് പോകരുത്. ഉള്ളിക്കറ എല്ലാവരും. ഇപ്പൊ ഇത് ഇറക്കാറായി. നല്ല വെന്തുണ്ട്. ഗ്രേവി കുറവ് മതി, നമുക്ക് പീസ് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കിയുള്ളത്. കാരണം കുറേ വെച്ച് കഴിക്കാനില്ലല്ലോ, നമ്മൾ മറ്റൊന്ന് അവിടെ നിന്ന് പുറപ്പെടല്ലേ. അപ്പോൾ പ്രോട്ടീൻ നിറയെ കഴിക്കുക, ചാറ് കുറച്ച് മതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇറക്കാറായി. ഉപ്പ് മാത്രം ഒന്ന് നോക്കണം. ഇന്നത്തെ ലഞ്ച് ചോറ്, ചിക്കൻ കറി, ഇന്നലെ വേവിച്ച കുറച്ച് വെജീസ്, പപ്പടം, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ബൗളിൽ തൈരെടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓൾറെഡി 3:30 ആയിട്ടാ. വർക്ക് തുടങ്ങി, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കണം, വേറെ വഴിയില്ല. ബാക്ക് കോക്കനട്ട് നാളെയും വരുമായിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. ഇല്ലാച്ചെങ്കിൽ ഇനി ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പറയാ. കോക്കനട്ടിന് ചായ കുടിക്കാൻ വന്നതാ. നല്ല മഴ ഉണ്ടാകും.
നല്ല മഴയും നല്ല സ്ട്രോങ് ചൂടുള്ള ചായയും പിന്നെ പരിപ്പ് വട, നല്ല ക്രിസ്പി പരിപ്പ് വട, പിന്നെ ഒരു കൽത്തപ്പം. ഇതാണ് ഇത്. ചിച്ചി സോറോ എടാ സോറോ എന്തടാ എന്തടാ എവിടെ ഇവിടെ ഒരാളുണ്ടായിരുന്നു. ആ ഇവിടെ ഉണ്ടങ്ങളെ. എന്തിനാണ് ഇവിടെ നിലനിന്ന് മാന്തിട്ടായിരിക്കുന്നുണ്ട്? റൂഫി ഇതെന്താണ് സുന്ദരിയോ? എനിക്ക് അത് പറഞ്ഞപ്പോ ഇവിടെ ഒരാൾ വന്നിട്ട് എന്താടാ എന്താടാ മരമാക്രി സോറോ 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 സോറോ. അയ്യോ, ലോഗ് ഔട്ട് ചെയ്തു. ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്ന് നല്ല വിശക്കുണ്ട്. സുഖി എനിക്കൊരു ഡബിൾ ഓംലെറ്റ് ഇട്ട് തരാ പറഞ്ഞു. ഈ സമയത്ത് ഞാനൊന്നും കഴിക്കാറില്ല, പക്ഷെ എനിക്ക് നല്ല വിശക്കുണ്ട്. ഇന്ന് കുറേ പ്രാവശ്യം കളിച്ചു, അതുകൊണ്ട് നല്ല വിശപ്പ്. പിന്നെ തുണി വിരിച്ചിടാനുണ്ട്, അലക്കിയതൊക്കെ. അലക്കിയ തുണി മെഷീനിൽ നിന്ന് എടുത്ത് വിരിച്ചിടണം. നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഉണങ്ങിയിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റണം. ബിബ്സൊക്കെ ഇവിടെ ജയിന് കൊടുക്കും വേണം. അവർ ഫുട്ബോൾ കളിക്കണമെങ്കിൽ കളിക്കട്ടെ പറഞ്ഞിട്ട്. സോ ഇതൊക്കെ വിരിച്ചിടട്ടെ. അയ്യോ, ഇവിടെ ഒരുത്തന്നെ ഫുഡ് കഴിപ്പിക്കാനുള്ള പാടെന്താണെന്നറിയോ? ഇത്ര നേരം സുഖി ഇരുന്നിട്ട് അതിൽ നിന്ന് ഓരോ പീസായിട്ട് വാരി കൊടുക്കുമായിരുന്നു. ഒരു വായ വിളിക്ക് കൊടുത്താൽ അവൻ ഒരു വായക്ക് കാണിക്കും. അങ്ങനെ ഒരു 4-5 വായ കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. തിന്നില്ല. 2 ദിവസം അടുപ്പിച്ച് ചിക്കനാണ് കൊടുത്തത്. അതുകൊണ്ട് ഇന്ന് അവൻ്റെ ഫുഡ് കൊടുത്തു, പാക്കറ്റ് ഫുഡ്. നോക്ക് ഡാ തിന്നടാ തിന്നെ. ഹായ്, നിങ്ങളിപ്പോ എന്നെ കണ്ടാ വിചാരിക്കും ഞാൻ ഇപ്പൊ കുളിച്ചു വന്നിട്ടുള്ളൂന്ന്. അല്ല, ഞാൻ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നതിന്റെ അവസ്ഥയാണിത്. 2 ദിവസമായിട്ട് ജിമ്മിൽ പോവാത്തതിന്റെ ക്ഷീണം ഇന്നത്തോടെ തീർന്ന് കിട്ടി. ഇന്ന് നല്ല കളിച്ചു, നന്നായി കളിച്ചു എന്നല്ല ഉദ്ദേശിച്ചത്, നല്ല ഇളകി കളിച്ചു. അതുകൊണ്ട് നല്ല വേർത്ത് കുളിച്ചു. തിരുവാതിര ഒരു 2-3 റൗണ്ട്, സിനിമാറ്റിക് ഒരു 3 റൗണ്ട്. ഇപ്പോഴാണ് എനിക്ക് സ്റ്റെപ്പൊക്കെ കുറച്ച് മനസ്സിലായി തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ കളിക്കാൻ തുടങ്ങി. ഇതുവരെ ഞാൻ ഒബ്സർവർ ആയിരുന്നു. ഇപ്പൊ കുറച്ച് മനസ്സിലായി തുടങ്ങിയപ്പോ കളിക്കുക. ടയേർഡായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പാക്കിംഗ് ഉണ്ടായിരുന്നു ഇന്ന്. സാരി പ്രീ പ്ലീറ്റിംഗ് ചെയ്തതൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ പാക്ക് ചെയ്യണം. ഞാൻ എങ്ങനെ പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് 8 അവസാനത്തെ പരിപാടിന്റെ ഡ്രസ്സ് 8 അടിയിൽ വരുന്ന പോലെ. കാരണം നമ്മളെല്ലാവരും ഇപ്പൊ സ്റ്റേ ചെയ്യാൻ പോണത് അമ്മായിന്റെ വീട്ടിലാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാകും. പിന്നെ കബോർഡൊന്നും ഫ്രീ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. നമ്മളുടെ പെട്ടിയിൽ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ ഡ്രസ്സ് എടുത്തിട്ട് യൂസ് ആക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു, അത് പറഞ്ഞപ്പോഴാ ലോണ്ടറി ഡ്രസ്സ് വെക്കാൻ ഒരു സെപ്പറേറ്റ് ബാഗ് കൊണ്ടുപോകണം. അതെൻ്റെ ഒരു ലോണ്ടറി ബാഗ് ഉണ്ട്, അതെടുത്തിട്ട് പോകണം. അപ്പോ ആ ഓർഡറിൽ അറേഞ്ച് ചെയ്തെങ്കിൽ നമുക്ക് എടുത്തിടാനും ഒക്കെ ഈസി ആയിട്ടുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ സാധനവും ആദ്യം പുറത്തെടുക്കേണ്ടി വരും. കല്യാണത്തിന് ഇടാനുള്ളതും തലേ ദിവസം കോക്ടെയിൽ പാർട്ടിക്ക് ഇടാനുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് കവറുകളിലാക്കിയിട്ടാണ് വെച്ചുള്ളത്. അപ്പൊ അങ്ങനെ കവർ എടുത്താൽ മതി. നല്ല ഡ്രസ്സല്ലേ പറഞ്ഞിട്ട് കവറിലാക്കിയിട്ടാണ് വെച്ചുള്ളൂ. സോ ഇന്നിപ്പോ അതൊക്കെ ഇനിയിപ്പോ ഇന്ന് പാക്കിംഗ് ഇല്ല കേട്ടോ. ഇന്ന് എനിക്ക് തീരെ വയ്യ, ഞാൻ നല്ല ടയേർഡാ. പിന്നെ നാളെ എന്തായാലും സുഗിന് ലീവാണല്ലോ. ഇത്ര ദിവസം മെയിൻ പാക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു. നാളെ സുഗിന് ലീവ് ആയതുകൊണ്ട് നാളെ രണ്ടാളും കൂടെ ഫൈനൽ ടച്ചിങ് ചെയ്തിട്ട് പാക്കിംഗ് തീർത്താൽ മറ്റന്നാൾ ഏർലി മോർണിംഗ് പുറപ്പെടാം. അയ്യോ, മറ്റന്നാളൊക്കെ ആയി. മറ്റന്നാൾ ഇപ്പൊ 11:45 ആവാറായി. മറ്റന്നാളാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. കല്യാണം ആവാറായി. നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും ഒരുങ്ങിയിട്ട് ഇങ്ങനെ നടന്നാൽ മതിയല്ലോ. കല്യാണ ചെക്കനും കല്യാണ പെണ്ണിനും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ്. നമുക്ക് ഇന്നത്തെ കോട്ട് എന്താന്ന് നോക്കാവേ. സെറ്റ് പീസ് ഓഫ് മൈൻഡ് ആസ് യുവർ ഹയസ്റ്റ് ഗോൾ ആൻഡ് ഓർഗനൈസ് യുവർ ലൈഫ് അറൌണ്ട് ഇറ്റ്. യാ, വെരി ട്രൂ. നിങ്ങളുടെ മെന്റൽ പീസിനെ മെയിൻ ഗോളാക്കിയിട്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിനെ പ്ലാൻ ചെയ്യാം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്തോ ഞാൻ ഓടി വരുന്നുണ്ട്. ഇവിടെ ഒരു
ഒരാൾ കളിക്കാൻ ബോളായിട്ട് വന്നതാ. കാലായിട്ട് തട്ടി, പക്ഷെ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ അവന് കളിക്കേണ്ടി വരും കുറച്ചു നേരം. അവൻ ഇപ്പൊ ഫുഡ് കുറച്ച് കഴിച്ചല്ലോ, ആ ഇച്ചിരി കഴിച്ചതിന് ഇപ്പൊ അവന് കളിക്കണം. അപ്പൊ ഇതെന്താ പറയണെന്ന് വെച്ചാല്, നിങ്ങളുടെ മെന്റൽ പീസിന് നിങ്ങളുടെ മെയിൻ ഗോളായിട്ട് ലൈഫിൽ സെറ്റ് ആക്കുക. എന്നിട്ട് അതിന് എതിരെ വരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. പീസ്ഫുൾ ആയിട്ട് ജീവിക്കുക. എൻഡ് ഓഫ് ദ ഡേ അതാണ്. ആ മെന്റൽ ബാലൻസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഡോണ്ട് ബി മാഡ് അറ്റ് ലേസി പീപ്പിൾ, ദേ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ശരിയാ, എന്റെ സറൗണ്ടിങ്ങിലേ ഉണ്ട് കുറെ ഭയങ്കര ലേസി ആയിട്ടുള്ള ആൾക്കാർ. എന്റെ പൊന്നെ, വെള്ളം കുടിക്കണമെങ്കിൽ പോലും ഇരുന്നിട്ട് വെള്ളം എടുത്തു തരുമോ, അതെടുത്തു തരുമോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. സോ ലേസി ആൾക്കാരുടെ കൊടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അവരൊന്നും ചെയ്യൂല, ഒന്നും ചെയ്തിട്ടുമില്ല, അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക. അല്ലാണ്ട് എന്തപ്പോ ലേസിനെസ്. അത് ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ്. ഒരു പരിധി കൂടുതൽ ലേസിനെസ് ആയിക്കഴിഞ്ഞാല്, ഞാൻ പറയട്ടെ, ലേസിനെസ് നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കണ ലേസിനെസ് ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ചെയ്യാണ്ടിരുന്നു. പക്ഷെ ലേസി ആയിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരുന്നിട്ട് നിങ്ങളെ കാര്യം കൂടെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കാര്യമേ നടക്കണ്ട, വേറൊരാളെ ഇതിന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കുക, അത്രയാണ്. അയ്യോ, ഒന്ന് എനിക്ക് ഇനി വേറെ കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ. ഇന്നിപ്പോ വെനസ്ഡേ, നാളെ തേഴ്സ്ഡേ. നാളെ സുഗിന്റെ കുറച്ച് ഗ്രൂമിങ് ഉണ്ട്. ഇന്ന് എന്റെ ഗ്രൂമിങ് ആയിരുന്നില്ലേ, നാളെ സുഗിന്റെ ഗ്രൂമിങ് ഉണ്ട്. പിന്നെ ഫൈനൽ പാക്കിങ്, പിന്നെ വീട് കുറച്ച് അടുക്കി പെറുക്കാനുണ്ട്, അലക്കിയ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം. അലക്കിയിട്ടുണ്ട് ഇപ്പൊ കൊറേ. ഞാനിങ്ങനെ അയല് മേലും താഴെയാക്കി വെച്ചേക്കുന്ന, നാളത്തെ വെയിലിൽ ഉണങ്ങുമെന്ന് വിചാരിക്കണു. ഈവനിങ് ആയാൽ എന്നും മഴയാണ്. പകലത്തെ വെയിലിൽ ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ എടുത്ത് വെച്ചിട്ട് പോകാം, ഇല്ലെങ്കിൽ ഫുൾ ഡസ്റ്റ് ആകും നമ്മൾ വരുമ്പോഴത്തേന്. ശരിക്കും ഇന്ന് അലക്കരുതായിരുന്നു, ഇന്നലെ അലക്കി തീർക്കണമായിരുന്നു, പക്ഷെ സമയം ഉണ്ടായില്ല. ഇനി ഇന്നത്തോടെ അലക്കൽ കഴിഞ്ഞു. ഇനി ഇപ്പൊ അഴുക്കിണ ഡ്രസ്സെല്ലാം ലോണ്ടറി ബാഗിൽ പോയി വന്നിട്ട് തന്നെ അലക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്റെ പിള്ളേര് സോറോ റൂഫിയൊക്കെ മൊമ്മോന്റെ വീട്ടിലാണ് നിൽക്കാൻ പോണത് ട്ടാ ഈ ഒരു 1 വീക്ക്. ഐ എം ഗോയിങ് ടു മിസ് ദം. പക്ഷെ അവിടെ കൊണ്ടുപോയാൽ അവർക്കും ട്രബിൾ തന്നെയാണ്. നിറയെ ആൾക്കാരും കുറേ റെസ്ട്രിക്ഷൻസും, അങ്ങോട്ട് വിടരുത് ഇങ്ങോട്ട് വിടരുത്. അപ്പൊ അവരിവിടെ മനസ്സമാധാനമായിട്ട് ഇരുന്നോട്ടെ. മൊമ്മോ, അവര്, ചാബി, പ്രശാന്ത്. കാരണം അവരുടെ അടുത്ത് ആക്കി പോകുമ്പോൾ ഉള്ള ഞങ്ങളുടെ ആ ഒരു മെന്റൽ പീസ് ഇല്ലേ, ദേ ആർ സെയിം ലൈക്ക് അസ്. ഞങ്ങൾ എങ്ങനെ പാരന്റ് ചെയ്യണം അതേപോലെ തന്നെ അതിലും കൂടുതൽ പാമ്പർ ചെയ്ത്. കാരണം ഞാൻ ഇത്രയൊന്നും പാമ്പർ ചെയ്യില്ല, അറ്റൻഷൻ ഒന്നും അത്ര കൊടുക്കണമൊന്നുമില്ല. നേരത്തിന് ഫുഡ് കൊടുക്കും, കുറച്ചു നേരം കളിക്കും, വാക്കിംഗ് പോവും, അത്ര. അവരങ്ങനെ ഒന്നല്ല. ചാബി നല്ല ടൈം കൊടുത്ത് കൊഞ്ചിച്ച്, സോറോ ചാബിന്റെ കൂടെ കിടന്ന് ഉറങ്ങും. സോ അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല, അങ്ങനത്തെ ടെൻഷൻ ഇല്ല. അവരെ മിസ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നോ ടെൻഷൻ ഇട്ടോളൂ. അങ്ങനെ. സോ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. എന്താ പറയാ, സമാധാനമായിട്ട് ജീവിക്കുക, സമാധാനം എല്ലാവർക്കും കൊടുക്കുക. അന്നെങ്കിൽ തന്നെ നിങ്ങൾക്കും സമാധാനം ഉണ്ടാവുള്ളൂ. കർമ്മ ഉണ്ട്. ഓക്കെ, അപ്പോ ഇനി നമ്മൾക്ക് ഒരു ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇതേപോലത്തെ കുറച്ച് ബോറിംഗ് ഡേ കാണാന്. അത് കഴിഞ്ഞാൽ ഫ്രൈഡേ മുതൽ ട്രാവലിങ്ങും, പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിനെ മീറ്റ് ചെയ്യല്, ഫങ്ഷൻസ്, ഭയങ്കര ഗ്രാൻഡ് നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്സ് പോലത്തെ ഒന്നും സംഭവമില്ല കേട്ടാ. നിങ്ങൾക്ക് അറിയാലോ, കേരള വെഡ്ഡിങ് ഭയങ്കര സിമ്പിൾ ആണ്, അങ്ങനൊക്കെ തന്നെ ഉള്ളൂ. തലേ ദിവസം നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്, കസിൻസ് എല്ലാവരും, അതൊക്കെ കാണിക്കാം. പിന്നെ വെഡ്ഡിങ്, രാവിലത്തെ വെഡ്ഡിങ്, ഏർലി മോർണിംഗ് വെഡ്ഡിങ് ഒന്നുമല്ല. ആ പരിപാടിക്കേ നമ്മൾ ഇനിയില്ല. ദൈവമേ, 5 മണിന്റെ വെഡ്ഡിങ് ഒരെണ്ണം ഉണ്ടായിരുന്നു കസിന്റെ. ഭയങ്കര പാടാണത്. കാരണം തലേ ദിവസം എങ്ങനെയായാലും നമ്മൾ ഉറങ്ങാൻ 1 മണിയൊക്കെ ആവും. എന്നിട്ട് 5 മണിക്ക് വെഡ്ഡിങ് പറയുമ്പോൾ സാരി ഉടുക്കണമെങ്കിൽ 4 മണിക്കൊക്കെ 3:30 എണീക്കണം. ഉറക്കം ശരിയാവാത്തൊരു വെഡ്ഡിങ് ആയിരുന്നു അത്, ഒരുമാതിരി തൂങ്ങി പിടിച്ചിട്ട്. ഇപ്പൊ ഉള്ള വെഡ്ഡിങ് ഒക്കെ പറഞ്ഞാൽ 10 o'clock. ഞങ്ങളെ വെഡ്ഡിങ്ങും അതേപോലെ തന്നെയായിരുന്നു. 9 to 10 എന്തോ ആയിരുന്നു മുഹൂർത്തം. ഇതും അതെ, 10 എന്തോ ആണ് മുഹൂർത്തം. സോ നോ വറീസ് അറ്റ് ഓൾ. സാവധാനം എണീറ്റ് റെഡി ആവാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും. അപ്പോ ഇനിയുള്ള ഒരു 10 days വ്ളോഗ് നിങ്ങൾ മറക്കാതെ കാണുക. ഞങ്ങളെ ഫാമിലി ഫൺ കാണാൻ പറ്റും. ഓക്കെ, സോ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.